പൊതുവെ ഓപ്ഷൻസ് കൂടുതലാണ്. പിന്നെ 25 വണ്ടിയാണ്, 28 വരെയാണ് ഇപ്പോൾ വാറണ്ടി ഉള്ളത്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് വേണം എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ലോ കിലോമീറ്റർ 16,000 ഓടിയിട്ടുള്ളൂ. അതാ പറഞ്ഞത്, ഇപ്പൊ അത്യാവശ്യം പോകുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല, ഈ വാഹനം ഓടിച്ചു കഴിയുമ്പോഴാണ് ഓടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിന് അത്ര അടിപൊളി. അടുത്തത് ലക്ഷറി സെഗ്മെന്റ് ആണ്. ഇവിടെ എല്ലാ സെഗ്മെന്റും കിട്ടും. ശരിക്കും ഞാൻ ഈ പേര് ശ്രദ്ധിച്ചപ്പോഴാണ് മാനൂസ് കാർ വേൾഡ് ഉണ്ട്, M2 ലക്സ് ഉണ്ട്. കിലോമീറ്റർ എത്രയായത്? 64,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. വാറണ്ടി ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേണേ അഡീഷണൽ നമുക്ക് പുറത്തുനിന്ന് വാറണ്ടി എടുത്തു കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അടുത്തത് ടൊയോട്ട ഹൈലക്സ് ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം ഇവിടുന്ന് പോവാ ഈ വണ്ടി അല്ലേ? ഓക്കെ, ഏതാ മോഡൽ? ഏതാ ഇത്? 2000 മോഡല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2024 ആണ്. പക്ഷെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൾറെഡി ടെമ്പററി രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. പുതിയ രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കും. അതായത് വയനാട് രജിസ്ട്രേഷൻ ആണ് വരിക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കിടിലൻ ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതല്ല. സംഭവം വെച്ചാൽ നമ്മൾ മുന്നേ ഇവരുടെ ഷോറൂം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ പുതിയൊരു ഷോറൂം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, പഴയ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നത് മാനൂസ് കാർ വേൾഡിനാണ്. വള്ളോമ്പ്രത്താണ് ലൊക്കേഷൻ. അതായത് വള്ളോമ്പ്ര ഭാഗത്ത് എന്ന് വെച്ചാൽ യൂസ്ഡ് കാറിൻ്റെ ഒരു ഹബ്ബാണ്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോറൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും വലിയൊരു ഷോറൂമാണ് തുടങ്ങിയിട്ടുള്ളത് മാനുക. അപ്പോൾ സ്വാഗതം ചെയ്യാം മാനുക്കാനെ. മാനുക, സ്വാഗതം. വള്ളോപ്ര ഭാഗത്ത് ഇത്ര ഹെവി ഒരു സെറ്റപ്പ് ഇല്ല ഷോറൂമിൽ. അതെ, തീർച്ചയായും. നല്ല അത്രയും സ്റ്റോക്ക് ഉണ്ട് അല്ലേ? സ്റ്റോക്ക് ഉണ്ട്. പഴയ ഷോറൂം എന്ന് വെച്ചാൽ കുറച്ച് ചെറുതായിരുന്നു, സ്റ്റോക്ക് വെക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. പഴയ ഷോറൂമിന്റെ അകത്ത് നമ്മുടെ സ്റ്റോക്കുകളുണ്ട്. ഇപ്പൊ അവിടെയും വെച്ചിട്ടുണ്ട് സ്റ്റോക്കുകൾ. അപ്പൊ ഒരുപാട്, എത്ര മൊത്തത്തിൽ വണ്ടികളുണ്ടോ? 90. ഇപ്പൊ ഈ ഷോറൂം തുറന്നിട്ട് എത്ര ദിവസമായി? ഇത് ഈ ജൂലൈ 24. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. നിങ്ങളിവിടെ യാത്രയിലാണ്. ഓക്കെ, അപ്പോ വള്ളോമ്പ്രത്താണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് മാനുക. നമുക്ക് പ്രൈസിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. ഏകദേശം 20ഓളം ഓട്ടോമാറ്റിക് കാറുകളുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 20 വണ്ടി ഉണ്ട് അല്ലേ? ഓക്കെ, അതിന് തന്നെ എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വണ്ടികളാണ്. നമ്മളതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ലോ കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള കാറുകളാണ്. നമ്മൾ വിത്ത് വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും. വിത്ത് വാറണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് കൂടുതൽ വലിച്ചു കിട്ടണ്ട, സ്റ്റോക്കായിട്ട് തന്നെ കണ്ടു നോക്കാം അല്ലേ? പ്രീമിയം സെഗ്മെന്റ് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഓണൊക്കെ വരാണ്, ഒരു നല്ല കാർ നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലേ? വീഡിയോയിലേക്ക് പോകാം. ആദ്യ വാഹനം കിയ സൈറസ് ആണ്. KL 24 രജിസ്ട്രേഷൻ. നല്ലൊരു അട്രാക്റ്റീവ് കളർ ഉള്ള വാഹനമാണ് അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2025. ആകെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTK ഓപ്ഷൻ ആണ് വരുന്നത്. HTK ഓപ്ഷൻ, അതായത് വിത്ത് അലോയ് സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ് HTK ഓപ്ഷൻസ്. KL പൊതുവെ ഓപ്ഷൻസ് കൂടുതലാണ്. പിന്നെ 25 വണ്ടിയാണ്, 28 വരെയാണ് ഇപ്പോൾ വാറണ്ടി ഉള്ളത്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് വേണം എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ലോ കിലോമീറ്റർ 16,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി, വാറണ്ടി എല്ലാം കമ്പനി സർവീസ് ആണ്. ഫുൾ ഹിസ്റ്ററി നമ്മൾ കൊടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ കമ്പനി ഹിസ്റ്ററി കൊടുക്കും. പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കും കയ്യില്. ഇത് സിംഗിൾ ഓൺഷിപ്പ് അല്ല? സിംഗിൾ ഓൺഷിപ്പ്. മാനുവൽ പെട്രോൾ മാനുവൽ ആണ് HTK ഓപ്ഷനിൽ. അപ്പോ ഡീസൽ ഡീസലാണ്. അപ്പൊ മൈലേജ് ഉണ്ടാവും. ഏകദേശം 20 കിലോമീറ്റർ കൂടുതൽ മൈലേജ്. ഒരു 18 ടൗണിലൊക്കെ എങ്ങനെ വിട്ടാലും കിട്ടും, പ്രതീക്ഷിക്കാം. അതിന്റെ മുകളിൽ മൈലേജ് ഉണ്ട്. അപ്പൊ ഡീസൽ വണ്ടിയാണ്. ഓക്കെ, പ്രൈസ് മൊത്തം മാറും വരുമ്പോ. പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 11,40,000 രൂപ കൊടുക്കാൻ പറ്റും. 11,40. ഓക്കെ, ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, 11,40. പ്രൈസ് 11,90 ആണ്. 50,000 ഡിസ്കൗണ്ട് ചെയ്തിട്ട് 11,40,000 നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ലോണ് മാക്സിമം കയറുമോ? ഫുൾ ലോൺ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. മാനുകന്റെ ഷർട്ടിന്റെ കളർ പോലെ തന്നെയാണ് കാറുകളുടെ കളർ അല്ലെ? എല്ലാവരും മാച്ചായിട്ട് കിടക്കാണ്, ബ്ലൂ കളർ. അപ്പൊ അടുത്ത സ്കോഡ സ്ലാവിയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ. സത്യം പറഞ്ഞാൽ ഇതും മറ്റേ BMW-ന്റെ 220 അല്ലേ? ഇത് രണ്ടും ഏകദേശം കാണുമ്പോൾ പെട്ടെന്ന് ഒരേ ലുക്ക് തന്നെ. ഈ കളറിലാണ് കൂടുതലും അത് ഹിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതേതാ മോഡല്? ഇത് 2022 സ്ലാവിയ. ഏതാ ഓപ്ഷൻ? ആംബിഷൻ അല്ല, സോറി ആംബിഷൻ. അതിൽ വരുന്നത് എന്താ വെച്ചാൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, പാരഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, എല്ലാം വരുന്നുണ്ട്. 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? ഓക്കെ, 2022 മോഡൽ. വാറണ്ടി ഒക്കെ കഴിഞ്ഞില്ല? എക്സ്റ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? 2027 വരെ വാറണ്ടി ഉണ്ടാവും.
ചെയ്തിട്ടുണ്ട്, 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അണ്ടർ വാറണ്ടി തന്നെ നിൽക്കുന്ന കാറാണ് ഇത്. നല്ലൊരു സെഡാൻ കാറ്റഗറി, നല്ല പെർഫോമൻസും ഉണ്ടാവും, ഓട്ടോമാറ്റിക്കുമാണ്. പ്രൈസിങ് എങ്ങനെയുണ്ട്? ഇതിന്റെ പ്രൈസ് നമുക്കൊരു 11,90,000 രൂപ കൊടുക്കാൻ പറ്റും. 11 ഒരു ലാസ്റ്റ് 11,45 കൊടുക്കാൻ പറ്റും. 11,45 അല്ലേ ലാസ്റ്റ് റേറ്റ്? ഓക്കെ. 11,75,000 രൂപയ്ക്ക് 2022 ഓട്ടോമാറ്റിക് ആംബിഷൻ 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന ഈ ഒരു സ്ലാവിയ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്? അതെ, സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടം 40,000. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. സാധാരണ ഈ കൂപ്പേ സെഗ്മെന്റ് വാഹനങ്ങൾ കാണാൻ കുറച്ച് കൂടിയ ലക്ഷറി കാറുകളിലാണ് അല്ലേ? പക്ഷെ ടാറ്റ അത് ഒരു മിഡിൽ ക്ലാസ് വേണ്ടവർക്കും അല്ലേ, മിഡിൽ ക്ലാസ് പെട്ടവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഇറക്കിയതാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2025 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്രിയേറ്റീവ് S+ ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ അല്ലേ? ഏകദേശം 21 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുന്നത് അല്ലേ? ഓക്കെ. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇപ്പൊ അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല മൂവ്. 2-3 മാസം ഇതിന്റെ പ്രീ ബുക്കിംഗ് ഉണ്ട്. അതാ പറഞ്ഞത്. ഇപ്പൊ അത്യാവശ്യം പോകുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല, ഈ വാഹനം ഓടിച്ചു കഴിയുമ്പോഴാണ് ഇത് ഓടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിന് അത്ര അടിപൊളിയാ? അത്ര അടിപൊളി. ഞാൻ ഓടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അടിപൊളിയല്ലേ? ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ. 28 വരെ എന്തായാലും വാറണ്ടി ഉണ്ട്. അതിന്റെ കൂടെ 2 വർഷം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ടച്ച് പോലും കയറിയിട്ടല്ലോ? ഒന്നും ആയിട്ടില്ല. പ്രൈസിങ് എങ്ങനെയാ? ഇതിന്റെ പ്രൈസ് 14,25,000 രൂപ. 14,400 അല്ല, 21 ഇറങ്ങുമ്പോൾ. അതായത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു പ്രൈസിന് പൊതുവെ കർവ് കിട്ടാൻ സാധ്യതയില്ല. അത് ക്രിയേറ്റീവ് പ്ലസ് ഏറ്റവും ടോപ്പിന്റെ മോഡൽ. ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ മോഡലാണ്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണ് ഫുള്ളും കയറും? ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താണ്, വേറൊന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക്. ഈ റോയിൽ ഇനി അങ്ങോട്ട് മൊത്തം മഹീന്ദ്ര വണ്ടികളാണ്. മഹീന്ദ്രയുടെ XUV 700 ആണ് കൂടുതലുള്ളത്. അതും ഈ ബ്ലൂ കളർ, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ സ്കോർപിയോ ക്ലാസിക് ഉണ്ട്, സ്കോർപിയോ ബിഗ് ഡാഡി ഉണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 ആണ്. ഇത് AX7L ടോപ്പ് എൻഡ് മോഡൽ, ഓൾ വീൽ ഡ്രൈവ് കൂടെയാണ്. ഓൾ വീൽ ഡ്രൈവിന് നല്ല റേറ്റ് മാറ്റമുണ്ട് കേട്ടോ മറ്റേ വണ്ടിയായിട്ട്. ഓക്കെ. അപ്പൊ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വരുമ്പോൾ ആ മാറ്റം ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1 ലക്ഷം. ഏതാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 1 lakh ഓടിയിട്ടുണ്ട്. പിന്നെ സർവീസ് ഒക്കെ പക്ക സർവീസ്. വാറണ്ടി കഴിഞ്ഞോ? എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല? വാറണ്ടിയിലാണ് ഇപ്പോൾ വാറണ്ടിയിലാണ്. ഓക്കെ. അപ്പോൾ വാറണ്ടി ലഭിക്കുന്ന ഒരു വാഹനമാണ്. 1 lakh ഓടിയിട്ടുണ്ട്. പിന്നെ ഫുൾ സർവീസ് ഉണ്ട്, ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഓക്കെ. 18,15,000 രൂപക്ക് ഫൈനൽ കൊടുക്കണം. 18-15 ഇറങ്ങുമ്പോൾ എത്രയാ? 30. ഓക്കെ. 18,15,000 രൂപയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ താല്പര്യം വിളിച്ചോ. ഇതേ കളറിൽ തന്നെ വേറെ 2 കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വൈറ്റ് കളറാണ്. ഇത് KL 83 രജിസ്ട്രേഷൻ XUV 700. ഏതാ മോഡല്? ഇത് 2024 26,000 കിലോമീറ്റർ മാത്രമേ ഡ്രൈവ് ഉള്ളൂ. 24 ഡീസൽ ഓട്ടോമാറ്റിക്. വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 മോഡലിന്. അതായത് വാറണ്ടി 27 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണേൽ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? ലക്ഷറിയാ? ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും നേരത്തെ കണ്ടാൽ എല്ലാ ഫീച്ചേഴ്സും വരും. അഡാസ് അടക്കം വരുന്ന വാഹനമാണ്. ഒരു ക്ലെയിം ഓടാച്ചപ്പോൾ ഒന്നും കയറിയിട്ടില്ല? ഒന്നും കയറിയിട്ടില്ല. ക്ലീൻ വണ്ടി. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 21,25,000 രൂപക്ക് 22,25,000. ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ലല്ലോ? അല്ലല്ല, നോർമൽ. ഓക്കെ. അപ്പോൾ 22 ലക്ഷം. 22,25,000. 22-25 2024 മോഡൽ വാഹനമാണിത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. വലിയ ഓട്ടം പോയിട്ടില്ല. വെറും 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി ഫുൾ ഓപ്ഷൻ. ഓക്കെ. ലോൺ എത്ര കിട്ടും? 20-21 വരെ കിട്ടും. 20-21 വരെ കിട്ടും ചാൻസ്. അടുത്തത് ഇന്ത്യക്കാരുടെ ലാൻഡ് ക്രൂസർ ആണ്, സ്കോർപിയോ. ഈ ഒരു ഹൈറ്റ് കൊണ്ട് തന്നെയാണ് പലരും ഇത് എടുക്കുന്നത് അല്ലേ? അത്രയും ഹൈറ്റിലിരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു ഫീലാണ്. ഇതേതാ മോഡല്? ഇത് 2023 മോഡല്. ഡീസൽ മാനുവലാ? Z6 ആണ്. Z8 ഉണ്ട്. അതിന്റെ മോളെ Z8 ലക്ഷറി ഉണ്ട്. ഇത് Z6. പക്ഷെ ഇതിൽ തന്നെ ബേസിക് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് ലെതർ സീറ്റ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിൽ. കിലോമീറ്റർ എത്രയായത്? 64,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. വാറണ്ടി ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേറെ അഡീഷണൽ നമുക്ക് പുറത്തുനിന്ന് വാറണ്ടി എടുത്തു കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഇതൊരു 16 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും. 16 ലക്ഷത്തിന് 2023 Z6 ഡീസൽ മാനുവൽ 16,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോണ് ഫുള്ളും കയറും? ഫുള്ളും ചാൻസ് ഉണ്ട്.
അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് ലക്ഷറി സെഗ്മെന്റ് ആണ്. ഇവിടെ എല്ലാ സെഗ്മെന്റും കിട്ടും. ശരിക്കും ഞാൻ ഈ പേര് ശ്രദ്ധിച്ചപ്പോഴാണ് മാനൂസ് കാർ വേൾഡ് ഉണ്ട്, M2 ലക്സ് ഉണ്ട്. ആ M2 ലക്സ് കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷറി ഓക്കെ, മാനൂസ് 2 ലക്ഷറി, മാനൂസ് 2 ലക്ഷറി ഓക്കെ. അപ്പൊ രണ്ടും കൂടി ലഭിക്കുന്ന ഷോറൂമാണ് കേട്ടോ. ഓക്കെ, ലക്ഷറിയിൽ നമ്മുടെ ആദ്യ വാഹനം BMW X5 ആണ്. ഏതാ മോഡൽ ഇത്? 2021 അല്ലേ? 50,000 കിലോമീറ്റർ X5. ഓക്കെ, ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയേക്കുന്ന X5 ഒറിജിനൽ കേരള വാഹനമാണ് കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസ്, അണ്ടർ വാറണ്ടി. ഇതിൽ മറ്റേ എയറോമാറ്റിക് സസ്പെൻഷൻ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ, സർവീസ് ഒക്കെ പക്കാ കഴിഞ്ഞ കമ്പനി സർവീസ്. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കാനില്ല. X5 കേരള വണ്ടി, ഒറിജിനൽ കേരള തപ്പുന്നവരുണ്ടെങ്കിൽ വലിയ ഓട്ടം പോയിട്ടില്ല, നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എത്രയാ പ്രൈസിങ്? നമുക്കൊരു 74 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 74,000. X5 ശരിക്കും ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? 1,20 ഉണ്ട് അല്ലേ? 1,20,00,000 രൂപ വില വന്ന വണ്ടി 74 ലക്ഷം രൂപയ്ക്ക്. ഈ പ്രൈസിൽ മാറ്റം ഉണ്ടാവോ? ചെറിയ നെഗോഷിയേഷൻ X5 ചെറുതായിട്ട് ചെയ്യാൻ പറ്റും. ആരും പറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടാറില്ല, അത്രയേ ഉള്ളൂ. അതേ പ്രത്യേകിച്ച് പ്രീമിയം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിൽ അടുത്തത് റേഞ്ച് റോവർ ഇവോക്ക് അല്ലേ? അതെ. ഏതാ മോഡല്? ഇത് 2021 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 75,000 21 മോഡൽ തന്നെയാണ്. അതെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വേറെ ഒന്നും വർക്കൊന്നുമില്ലല്ലോ? ഇത് പക്ക കമ്പനി സർവീസ്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് ഇവോക്ക്. അപ്പോൾ എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? BM ഉണ്ട്, ഇവോക്ക് ഉണ്ട്, ഓഡി ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 47 ലക്ഷം രൂപ ഫൈനൽ. 47 ലക്ഷം. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 90 ഉണ്ട് അല്ലേ? ഓക്കെ, 47 ലക്ഷമാണ് ഇപ്പൊ ചോദിക്കുന്നത്. ടോപ്പ് മോഡലാണ്. അല്ലേ? 2021 മോഡൽ ഇവോക്ക് 75,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം അല്ലേ? അടുത്തത് ടൊയോട്ട ഹൈലക്സ് ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം ഇവിടുന്ന് പോവാ ഈ വണ്ടി അല്ലേ? ഓക്കെ, ഏതാ മോഡൽ? ഏതാ ഇത്? 2000 മോഡല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 2024 പക്ഷേ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൾറെഡി ടെമ്പററി രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. പുതിയ രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കും. അതായത് വയനാട് രജിസ്ട്രേഷൻ ആണ് വരിക. അത് ഏകദേശം പുതിയ വണ്ടിക്ക് 48 സംതിങ് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ടോപ്പിന്റെ മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഹൈലക്സ്. 2024 മാനുഫാക്ചറിങ്, 26 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 9,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് പോകും. സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് പോകുന്ന വാഹനമാണ്. വേറൊരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഹൈലക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ശരിക്കും വയനാടൊക്കെ ഇത് വേണം അല്ലേ? കാരണം എന്താ, വയനാട് എന്നല്ല, ഇത് കൂടുതൽ ആളുകൾ ഇപ്പൊ ഇത് വണ്ടി വരുന്നില്ല. ഇതിന്റെ ഹൈബ്രിഡ് ആണ് വരുന്നത്. കമ്പനി ഓൾറെഡി ഇപ്പൊ ഈ ഇത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോ പ്രൈസിങ് എങ്ങനെയിപ്പോ? ഇത് നമുക്കൊരു 34,50,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 34.5 ലക്ഷം, 48 ലക്ഷം രൂപേന്റെ വണ്ടിയാണ്. 34 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകും. വെറും 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി അപ്പൊ എത്ര വരെ ഉണ്ടാവും? വാറണ്ടി 2024 to 2027 വരെ വാറണ്ടി. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കേട്ടോ, 2 വർഷം. അപ്പോൾ ലോൺ മാക്സിമം കയറുള്ളിൽ? ലോൺ മാക്സിമം കയറും. ഓക്കെ, ഏകദേശം 33 വരെ ലോൺ കയറും. ഓക്കെ, അടുത്തൊരു EV ആണ്. MG വിൻസർ ആണ് വാഹനം. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2025 മോഡൽ അല്ലേ? ഓക്കെ, വണ്ടിക്ക് വാറണ്ടി 28 വരെ 3 വർഷം വാറണ്ടി കിട്ടും. അല്ലാണ്ട് കിലോമീറ്റർ വാറണ്ടി ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? അല്ല, ഇത് അൺലിമിറ്റഡ് വാറണ്ടിയാണ് ഇതിന്റെ ബാറ്ററിക്കും ഇതിനും. പക്ഷേ ഓണർഷിപ്പ് മാറുന്ന സമയത്ത് സെക്കൻഡ് ഓണർ 8 വർഷം 1,60,000 കിലോമീറ്റർ. 1,60,000 അങ്ങനെ വരുന്നത്. കിലോമീറ്റർ എത്രയായത്? കിലോമീറ്റർ 40,000 ഓടിയിട്ടുണ്ട്. ഇനി 1,20 കൂടെ ഓടിയാൽ ഓടുന്നവരെ വാറണ്ടി കവറേജ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം സംഭവം വണ്ടി ഒന്നും ആവുന്നല്ല പറയുന്നത്, പക്ഷേ കമ്പനി എങ്ങനെയാ കൊടുക്കുന്നത്? പക്ഷെ അത് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ EV പുതിയ വാഹനങ്ങൾ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓണറിന് ലൈഫ് ടൈം കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ MG വിൻസറൊക്കെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു 1.5 ലക്ഷത്തിന്റെ മുകളിലൊക്കെ ഓടിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യും എങ്ങനെയുണ്ട്. അതിനുശേഷം വണ്ടിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, പ്രൈസ് എങ്ങനെയുണ്ട്? ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞതാണ്, ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കൂടിയതുണ്ട്. ഇത് 350. ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു 15,50,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ 15,80,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഒരു ഓഫർ എന്നുള്ളവർക്ക്, ഓണൊക്കെ ആയിട്ടുള്ള ഓഫർ എന്നുള്ളവർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിന് ഫുൾ ലോണും അവൈലബിൾ ആണ്. ഫുൾ ലോണും കിട്ടും. ഓക്കെ, 15,50, 350 റേഞ്ച് വരുന്ന വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. മാനൊക്കെ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആസിഫ് ബ്രോ അല്ലേ? ആസിഫ്. ഓക്കെ, സ്വാഗതം.
അടുത്ത വാഹനം ഒറിജിനൽ ലെജൻഡർ ആണ്. ഫോർച്യൂണർ ലെജൻഡർ, അതായത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. സാറിന് ഇത് കുറെ കിറ്റ് കയറ്റി വരാറുണ്ട്, അതുകൊണ്ടാണ് ഒറിജിനൽ എന്ന് പറഞ്ഞത്. ഏതാ മോഡൽ? ഇത് 2021 4x4 ഡീസൽ ഓട്ടോമാറ്റിക്, 1,12,000 കിലോമീറ്റർ, കറക്റ്റ് ജെന്യൂൻ സർവീസ് ആണ്. ഓരോ 10,000 സർവീസ് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഹിസ്റ്ററി PDF കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും പ്രിന്റ് ഔട്ട് എടുത്ത് തരും. ഓക്കെ, ചെക്ക് ചെയ്യാം. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആരെ കൊണ്ടുവന്ന് വേണമെങ്കിലും ചെക്ക് ചെയ്യിക്കാം വണ്ടികൾ. ഇവർ പറയുന്ന ഇവരുടെ അഷുറൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കാം. ഷോറൂമിലൊക്കെ അവർക്ക് കൊണ്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ലെജൻഡർ ആണ്, ഒറിജിനൽ ലെജൻഡർ, 2021 മോഡൽ, 1/12 ഫുൾ സർവീസ്. ഇപ്പോൾ 1/10 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ സർവീസ്? ഓക്കെ, ഇനി 1/20 ചെയ്താൽ മതി. 8,000 കിലോമീറ്റർ ഒന്നും ചെയ്യാണ്ട് കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാർബാഗൊക്കെ ഉണ്ട്. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ജസ്റ്റ് പമ്പറൊക്കെ, പിന്നെ പമ്പറിന്റെ കാര്യം പമ്പറൊക്കെ മേജർ ബോഡി പാർട്ടായിട്ടൊന്നും അറിയില്ല. എത്രയാണ് നിങ്ങളെ ചോദ്യം? നമുക്ക് 43,80,000 രൂപ കൊടുക്കാൻ പറ്റും. 43,80,000 മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒറിജിനൽ കേരള, ഒറിജിനൽ ലെജൻഡർ. അടുത്തത് ജീപ്പ് കോമ്പസ് ആണ്. കോമ്പസ് എന്ന് വെച്ചാൽ 3 കോമ്പസ് ഉണ്ട് ഇവിടെ, 2 സിൽവറും ഉണ്ട്, 1 വൈറ്റും ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് ഏറ്റവും കൂടിയായിട്ടാണ് ഇത്. അതെ. ഏതാ മോഡൽ? ഇത് 2021 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. SO2 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതിൽ വേരിയന്റിൽ വെക്ക് നോക്കുമ്പോൾ പനോരമിക് സൺറൂഫ് ഉണ്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതേപോലെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് മോട്ടറാണ്. ടെയിൽ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 360 ക്യാമറ വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇതിന് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 ലക്ഷം രൂപന്റെ മുകളിൽ വില ഉണ്ട്. ഓൺ ദ റോഡ്. ഇനിയാണ് ഒരു സർപ്രൈസ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കിത് പകുതിയിലും കുറച്ച് കൊടുക്കാൻ പറ്റും. എത്രക്ക്? നമുക്കിത് 15,70,000 രൂപ കൊടുക്കും. 15,70 എസ് ഓപ്ഷൻ 2 വീൽ ഓട്ടോമാറ്റിക് ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പൊ വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് കയറിയിട്ടുണ്ട്. അതിന്റെയും PDF എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോ കിലോമീറ്റർ 80,000 അല്ലേ? അതെ, 80,000. ഇനി ഇത് നിങ്ങൾക്ക് നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിലെ S ഓപ്ഷനിലാണ് 2 വീൽ ഓട്ടോമാറ്റിക് ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഫുൾ ലോണിൽ ഇത് കൊണ്ടുപോകാം. ഇനി 2 വേറെ ഉണ്ട്, അതൊക്കെ ഏതാ മോഡൽ? അത് 2018 ലിമിറ്റഡ് പ്ലസ്, അതും ഫുൾ ഓപ്ഷനിൽ, അന്നത്തെ ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നമുക്ക് 12.5 ലക്ഷം രൂപ ഉണ്ടായി കൊടുക്കാം. അതുപോലെ 2019 ലിമിറ്റഡിൽ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഒരു വാഹനം കൂടി ഉണ്ട്. അത് നമുക്ക് 10,70,000 രൂപ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം MG ഹെക്ടർ ആണ്. KL 72 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒരു അടിപൊളി കളറുമാണ് കേട്ടോ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2023 ആണ്. പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ. ഇത് വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 35,000 പെട്രോൾ മാനുവൽ എന്ന് പറയുമ്പോൾ ഒരു 10-12 മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏകദേശം. ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് ഫീച്ചേഴ്സുകളുടെ രാജാവ് എന്നാണ്. അതത്രേ ഉള്ളൂ, അല്ല അത് സംശയം ഒരു സംശയമില്ല. ഞാനും എല്ലാ വീടുകളും അത് തന്നെ പറയാം. ഇത് നമുക്ക് 13,50,000 രൂപക്ക് തരാൻ പറ്റും. ഓക്കെ, 13,50,000, 13.5 ലക്ഷത്തിന് 23 മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാറണ്ടി 13,25,000 രൂപ കൊടുക്കാം. 13,25,000 കൊടുക്കാം. ഓക്കെ, 13.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. വാറണ്ടി ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? അതായത് 2023 ആകുമ്പോൾ 26 എക്സ്റ്റേണൽ വാറണ്ടി. ഇപ്പൊ നമ്മൾ ഈ നിലവിൽ ചെയ്ത പേര് ജീപ്പ് കോമ്പസിനും ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ വാറണ്ടി M2 ലക്സ് കൊടുക്കും. 1 ഇയർ വാറണ്ടി. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്. മാനൊക്കെ പറഞ്ഞ പോലെ 90 വണ്ടികളോളം സ്റ്റോക്ക് ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് എന്തായാലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാ കാറ്റഗറിയിൽ നിന്നും ഇങ്ങനെ വണ്ടികൾ എടുത്ത് കാണിച്ചാണ് കുറച്ച്. ഓക്കെ, പിന്നെ കസ്റ്റമേഴ്സിന്റെ തിരക്കും എല്ലാം കൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോകുന്നു. വീഡിയോ നേരത്തെ വന്നതാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വള്ളോമ്പ്രത്താണ് ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം വള്ളോമ്പ്രം, കോഴിക്കോട്, പാലക്കാട് റൂട്ടിൽ വള്ളോമ്പ്രം. ഓക്കെ, മാനൂസ് കാർ വേൾഡ്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ അതിലേക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. താങ്ക് യു ബ്രോ. ഓക്കെ, എല്ലാവർക്കും നന്ദി. ബൈ.